നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഗുരുതര നിലയിലാകുന്നവരുടെ എണ്ണം ഉയരുന്നു. ആകെ ചികിത്സയിലായിരുന്ന 39,981 രോഗികളിൽ 789 പേരുടെ നില ഗുരുതരമാണ്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4,738 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗികളിൽ 4,973 പേർ സുഖം പ്രാപിച്ചു. ചികിത്സയിലുള്ളവരിൽ 2 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,70,997 രോഗമുക്തരുടെ എണ്ണം 6,22,087 ആകെ മരണസംഖ്യ 8,927 രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.71%, മരണനിരക്ക് 1.33%. യാത്രാ ചരക്കു നീക്കം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഇത്തിഹാദ് റെയിൽ യുഎയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കുതിപ്പേകുമെന്ന് സിഇഒ ഷാദി മാലിക്. വിവിധ എമിറേറ്റുകളിലെ പ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്ന റെയിൽ ശൃംഖല വിനോദസഞ്ചാരത്തിനും വൻ നേട്ടമാകും. കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗത്തിലും യാത്ര ചെയ്യാമെന്നതിനാൽ തന്നെ രാജ്യാന്തര സന്ദർശകർക്കും യാത്രകൾ എളുപ്പമാക്കുമെന്ന് ദുബായ് ഇന്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഫോറത്തിൽ വ്യക്തമാക്കി. വ്യവസായ മേഖലകൾ, ഫ്രീ സോൺ, തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ ചരക്ക് നീക്കം വേഗത്തിലാക്കുകയും റോഡുകളിൽ ട്രക്കുകളുടെ തിരക്ക് ഒഴിവാക്കുകയും ചെയ്യും. സൗദി അറേബ്യ സ്ഥാപിതമായതിന്റെ സന്തോഷസൂചകമായി എല്ലാ വർഷവും ഫെബ്രുവരി 22-ന് രാജ്യത്ത് പൊതു അവധിയായിരിക്കുമെന്ന് സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചു. സൗദി പ്രസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. സൗദി ദേശീയ ദിനമായി എല്ലാ വർഷവും സെപ്റ്റംബർ 23-ന് രാജ്യത്തിന് പൊതു അവധി നിലവിലുണ്ട്. ഇതിനു പുറമെയാണ് രാജ്യസ്ഥാപന ദിനം കൂടി പൊതു അവധി ആക്കുന്നത്. ഇതോടെ രാജ്യത്ത് ഇരു പെരുന്നാൾ ദിനങ്ങളിലും സൗദി ദേശീയ ദിനത്തിലും സൗദി സ്ഥാപിത ദിനത്തിലും പൊതു അവധിയായിരിക്കും. കുവൈറ്റിൽ PCR പരിശോധനാ നിരക്ക് പരിഷ്കരിച്ച് ആരോഗ്യ മന്ത്രാലയം. പുതിയ ഉത്തരവനുസരിച്ച് PCR പരിശോധനയ്ക്ക് ഈടാക്കാവുന്ന പരമാവധി നിരക്ക് 6 ദിനാറാണ്. ജനുവരി 30 ഞായറാഴ്ച മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിലാവുക. നിലവിൽ 9 ദിനാറാണ് PCR പരിശോധനയ്ക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് ഈടാക്കാവുന്ന പരമാവധി നിരക്ക്. പല ക്ലിനിക്കുകളും 8 ദിനാർ നിരക്കിൽ പരിശോധന നടത്തുന്നുണ്ട്. നാട്ടിൽ പോകുന്നതും തിരിച്ചുവരുന്നതുമായി ബന്ധപ്പെട്ടും ആരോഗ്യനില അറിയാനും PCR പരിശോധന നടത്തുന്നവർക്ക് നിരക്ക് കുറച്ചത് ആശ്വാസമാണ്. കോവിഡിന്റെ തുടക്കത്തിൽ 40 ദിനാർ ആയിരുന്ന നിരക്കാണ് പലതവണയായി കുറച്ചിപ്പോൾ 6 ദിനാർ ആക്കിയത്. മുൻകരുതൽ നടപടിയായി ഫെബ്രുവരി 14 വരെ ബഹ്റൈൻ COVID-19 യെല്ലോ അലർട്ട് ലെവലിൽ തുടരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ വേരിയന്റുകൾ ആവിർഭാവത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊറോണ വൈറസ് അണുബാധയുടെ വർധന പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് അൽമാനിയ പറഞ്ഞു. എന്നിരുന്നാലും അതിജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വ്യാപനം നേരിടാൻ പൊതുജന അവബോധം അത്യന്താപേക്ഷിതമാണെന്നും കൂട്ടിച്ചേർത്തു. പൗരന്മാരുടെയും താമസക്കാരുടെയും ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള മുൻകരുതൽ നടപടിയായാണ് തീരുമാനമെന്നും ഡോക്ടർ അൽമാനിയ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ വ്യാജ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ റെയ്ഡ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. പ്രത്യേക സമിതി നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയം താമസ കുടിയേറ്റ വിഭാഗത്തിലെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിരവധി വ്യാജ ഗാർഹിക സഹായ ഓഫീസുകൾ അടച്ചുപൂട്ടുകയും താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നത് തുടരുന്നു. നിയമം ലംഘിച്ച് 653 പേർ കൂടി പിടിയിലായതായി അധികൃതർ ഇന്ന് അറിയിച്ചു. ഇവരിൽ 542 പേരും മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത്. സാമൂഹിക അകലം പാലിക്കാത്തതിന് 101 പേർ പിടിയിലായി. മൊബൈലിൽ ഇത്തിറാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിന് 10 പേരെയും പിടികൂടി. എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഖത്തറിൽ ഇതുവരെ ആയിരക്കണക്കിന് പേരെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. ഈ വർഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി 8 വൻകിട പൊതുഗതാഗത പദ്ധതികൾ ആരംഭിക്കുമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി വക്താവ് സാലി അൽ സുവൈദ് അറിയിച്ചു. നഗരങ്ങളിൽ പൊതുഗതാഗതം സുഗമമാക്കുന്നതിനും ഗതാഗതക്കുരുക്ക്, അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിവ കുറയ്ക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഈ വൻകിട പദ്ധതികൾ സഹായകമാകുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ജനസാന്ദ്രത, ഗതാഗതക്കുരുക്ക്, പൊതുഗതാഗത സംവിധാനങ്ങളുടെ നിലവിലെ സാന്നിധ്യം തുടങ്ങിയ പ്രത്യേക മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് പദ്ധതികൾ ആരംഭിക്കുന്ന നഗരങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുറഞ്ഞ യാത്രാ നിരക്കിൽ വിമാന സർവീസ്. ഷാർജ ആസ്ഥാനമുള്ള ലോ കോസ്റ്റ് വിമാന സർവീസായ എയർ അറേബ്യയാണ് കുറഞ്ഞ യാത്രാ നിരക്കിൽ സർവീസ് നടത്തുന്നത്. 250 ദിർഹം മുതലാണ് യാത്രാ നിരക്ക് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകും. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ജയ്പൂർ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ഗോവ, കോഴിക്കോട്
കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, കോയമ്പത്തൂർ, നാഗ്പൂർ ഉൾപ്പെടെയുള്ള 13 നഗരങ്ങളിലേക്കാണ് കുറഞ്ഞ നിരക്കിൽ വിമാനം പറക്കുന്നത്. ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നതോടെ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറഞ്ഞിരുന്നു. 2021 ആഗോള ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി ഖത്തർ. എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് റിസർച്ച് യൂണിറ്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഖത്തറിന്റെ ഈ നേട്ടം. ആഗോളതലത്തിൽ 24-ാം സ്ഥാനമാണ് ഖത്തർ സ്വന്തമാക്കിയിട്ടുള്ളത്. 2020 113 രാജ്യങ്ങൾക്കിടയിൽ 37-ാം സ്ഥാനത്തെത്തിയ ഖത്തർ 13 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് 2021 24-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.